ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു കൊട്ടേഷൻ ബലാത്സംഗം എന്നത്. അതും സിനിമാ മേഖലയിൽ നിന്ന് അതിപ്രശസ്തിയായ ഒരു താരത്തിന് മേലെ. 2017 ഫെബ്രുവരി 17 എന്ന ദിനം പ്രിയ പ്രേക്ഷകരെ ആ യുവനടി മാത്രമല്ല മറക്കാൻ ആഗ്രഹിക്കുന്നത്. അമ്മയും സഹോദരിയും പെൺമക്കളും ഭാര്യയുമുള്ള ഏതൊരു മലയാളിയും മറക്കാൻ ആഗ്രഹിക്കുന്ന ദിവസമാണിത്. പൾസർ സുനി അത് വെറുക്കപ്പെട്ട പേരായി ഇന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മലയാളികൾക്കറിയാവുന്ന പേര് പൾസർ സുനി എന്ന് തന്നെയാണ്. ശരിക്കും എന്താണ് ഈ പൾസർ സുനിക്ക് സിനിമാ മേഖലയുമായുള്ള ബന്ധം? ദിലീപുമായി എങ്ങനെയാണ് പൾസർ സുനിക്ക് ബന്ധമുണ്ടായത്? കേട്ടാൽ അറയ്ക്കുന്ന ഈ ബലാത്സംഗ കൊട്ടേഷന്റെ ഉത്തരവാദിത്തം എങ്ങനെയാണ് പൾസർ സുനിക്ക് ഏറ്റെടുക്കാൻ സാധിച്ചത്? കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം പുറത്തു വന്നതോടെയാണ് പൾസർ സുനി എന്ന പേരുകൾ നമ്മൾ കേട്ടു തുടങ്ങിയത്. ആരാണ് പൾസർ സുനി? എന്താണ് പൾസർ സുനിയുടെ പശ്ചാത്തലം? അശ്വതി പിള്ള പറയും. ആരാണ് ഈ പൾസർ സുനി? ശരിക്കും എന്താണ് ഇയാൾക്ക് സിനിമാ മേഖലയുമായും ദിലീപുമായുമുള്ള ബന്ധം? കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം പുറത്തായതോടെയാണ് പൾസർ സുനി എന്നൊരു പേര് ആളുകൾ ശ്രദ്ധിക്കുന്നത്. പെരുമ്പാവൂർ സ്വദേശിയായ സുനിക്ക് ബജാജ് പൾസർ ബൈക്കുകളോടുള്ള ഇഷ്ടം കാരണം പൾസർ സുനി എന്ന വിളിപ്പേര് ലഭിച്ചു. പൾസർ ബൈക്കുകൾ മാത്രം തിരഞ്ഞുപിടിച്ച് മോഷ്ടിച്ചതിന്റെ പേരിലാണ് സുനിൽകുമാറിന് ആ പേര് കിട്ടിയത്. 2010 മുതൽ സുനി സിനിമാ ഷൂട്ടിംഗ് സെറ്റുകളിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. നടനും MLAയുമായ മുകേഷിന്റെ പേഴ്സണൽ ഡ്രൈവറായി കുറച്ചു വർഷങ്ങൾ ജോലി ചെയ്തിരുന്നു സുനി. സിനിമാ സെറ്റുകളിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്നത് തുടർന്നതിനാൽ മോളിവുഡിലെ മിക്ക നടന്മാർക്കും ഇയാൾ പരിചിതനായി. പൾസർ സുനി എന്ന പേരിനേക്കാൾ സിനിമാ ലോകത്ത് സുനി അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ്, സുനിക്കുട്ടൻ എന്ന്. പ്രോസിക്യൂഷൻ കേസ് പ്രകാരം 2013 സൗണ്ട് തോമ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ 8ാം പ്രതിയായ നടൻ ദിലീപുമായി സുനി പരിചയപ്പെട്ടത്. മറ്റൊരു നടനുമായുള്ള ബന്ധത്തെക്കുറിച്ച് മുൻ ഭാര്യയോട് സൂചന നൽകിയെന്നാരോപിച്ച് 2013 മുതൽ ദിലീപ് ഇരയായ നടിയോട് പക പുലർത്തിയിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 2013 കൊച്ചി MG റോഡിലെ ഒരു ഹോട്ടലിൽ വെച്ച് അമ്മ നടത്തിയ ഒരു സ്റ്റേജ് ഷോയുടെ റിഹേഴ്സലിനിടെ ദിലീപും അതിജീവിതയും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ആ സമയത്ത് സുനി നടൻ മുകേഷിന്റെ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇതിനെ തുടർന്ന് ഇരയെ ആക്രമിക്കാൻ ദിലീപ് സുനിയെ ചുമതലപ്പെടുത്തിയതായി പോലീസ് കേസ് ഫയൽ ചെയ്യുന്നു. ജോർജേട്ടൻ സ്പൂരം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് ഇരുവരും കണ്ടുമുട്ടിയത്. ടാസ്ക് പൂർത്തിയാക്കിയാൽ പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. 2017 ഫെബ്രുവരി 17 തൃശൂരിലെ ഒരു സിനിമാ ഷൂട്ടിംഗിൽ നിന്ന് കൊച്ചിയിലേക്ക് മടങ്ങുകയായിരുന്ന നടിയെ തട്ടിക്കൊണ്ടുപോകാൻ പൾസർ തന്റെ 6 അടുത്ത സുഹൃത്തുക്കളോട് ആവശ്യപ്പെട്ടു. തട്ടിക്കൊണ്ടുപോയ ശേഷം ഓടുന്ന വാഹനത്തിൽ വെച്ച് ബലാത്സംഗം ചെയ്തതായി പോലീസ് പറഞ്ഞു. ഇതിനുശേഷം ദിലീപിന്റെ ഇപ്പോഴത്തെ ഭാര്യ കാവ്യയുടെ ബൊട്ടിക്കിൽ സുനി എത്തിയെങ്കിലും അവരെ കാണാൻ കഴിഞ്ഞില്ല. ഒളിവിൽ പോയ ഇയാൾ 1 മാസത്തിനു ശേഷം കീഴടങ്ങാനെത്തിയ കോടതി വളപ്പിൽ നിന്ന് അറസ്റ്റിലാവുകയായിരുന്നു. എന്നാൽ സുനി ജയിലിൽ നിന്ന് ദിലീപിന് ഒരു കത്ത് എഴുതിയതായി പോലീസ് കണ്ടെത്തിയതോടെ കുഴപ്പത്തിലായി. ജയിൽ അധികൃതർ നിർബന്ധിച്ച് കത്തെഴുതിച്ചെന്നാണ് സുനി ആദ്യം അവകാശപ്പെട്ടത്. ദിലീപ് അറസ്റ്റിലായതോടെ ഇരയെ ആക്രമിക്കാൻ ദിലീപ് തന്നെ വാടകയ്ക്കെടുത്തതാണ് എന്ന് സുനി അവകാശപ്പെട്ടു. പിടിച്ചുപറി, മോഷണം, കൊട്ടേഷൻ പ്രവർത്തനം തുടങ്ങിയ 13 കേസുകളാണ് സുനിയുടെ പേരിൽ ഉള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനം നടിയെ ആക്രമിച്ച കേസ് തന്നെയാണ്. ദിലീപിന്റെ ഡ്രൈവർ അപ്പുണ്ണിയുടെ കേറ്ററിംഗ് വാഹനത്തിന്റെ ഡ്രൈവറായും സുനി ജോലി ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. മൂന്നാറ് ലൊക്കേഷനിൽ ഭക്ഷണ വിതരണക്കാരനായിരുന്ന വയനാട് സ്വദേശിക്ക് വേണ്ടി വാടകയ്ക്കെടുത്ത വണ്ടിയാണ് സുനി കൃത്യം നടത്താൻ ഉപയോഗിച്ചതെന്നും വിവരമുണ്ട്. ഉച്ചയോടെ വൈകാതെ തിരിച്ചെത്താമെന്ന് പറഞ്ഞ് വണ്ടിയെടുത്ത സുനി ആവശ്യം പറഞ്ഞിരുന്നില്ല. തങ്ങൾ അറിയാതെയാണ് സുനി വാഹനം കൊണ്ടുപോയതെന്നാണ് വയനാട് സ്വദേശിയുടെ മൊഴി. 7.5 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം 2024 സെപ്റ്റംബറിലാണ് സുപ്രീം കോടതി സുനിക്ക് ജാമ്യം അനുവദിച്ചത്. പൾസർ സുനി സുപ്രീം കോടതി അനുവദിച്ച ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പുറത്താണ്. പക്ഷേ വരാൻ പോകുന്ന കോടതി വിധി എന്തായിരിക്കും? പൾസർ സുനിക്ക് വീണ്ടും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായി വരുമോ? കേരളം ഉറ്റുനോക്കുന്നത് ആ വിധി പ്രസ്താവം എന്ത് എന്ന് തന്നെയാണ്. 2017 ജൂൺ 28 ദിലീപിനെയും നാദിർഷായെയും പോലീസ് ചോദ്യം ചെയ്തത് എന്ന കാര്യം നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അവിടെയായിരുന്നു വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പോലീസിന് ശേഖരിക്കാൻ സാധിച്ചത്.
ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് കൂടുതൽ ഊർജിതമായ അന്വേഷണത്തിലേക്ക് പോയത്. മാത്രവുമല്ല, ദിലീപ് നായകനായി അഭിനയിച്ച അവസാന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പൾസർ സുനി എത്തി എന്ന് ജൂലൈ 2-ന് അന്വേഷണ സംഘത്തിന് തെളിവ് ലഭിക്കുകയുമുണ്ടായി. അങ്ങനെ ദിലീപ് എന്ന സിനിമാ താരം കൂടി ഈ ഗൂഢാലോചനയുടെ ഭാഗമാകുന്നു എന്ന വിവരം പോലീസ് മനസ്സിലാക്കുകയാണ്. ഒടുവിൽ കേരളത്തെ ഞെട്ടിക്കുന്ന നീക്കം തന്നെ പോലീസ് സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതെന്തായിരുന്നു എന്ന് നോക്കാം. നവമി വിശദീകരിക്കും. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണം പുരോഗമിക്കുന്നതിന്റെ ഒരു ഘട്ടത്തിൽ പോലും ദിലീപ് സംശയനിഴലിലായിരുന്നില്ല. നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് താരസംഘടനയായ അമ്മ സംഘടിപ്പിച്ച പരിപാടിയിലും ദിലീപ് പങ്കെടുത്തിരുന്നു. വേദിയിൽ നടി മഞ്ജു വാര്യർ നടത്തിയ പരാമർശം ഏറെ വിവാദമായി. ഇതിനു പിന്നിൽ നടന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണെന്നും പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും മഞ്ജു വാര്യർ പറഞ്ഞു. ഫെബ്രുവരി 23-ന് ആലുവ ജുഡീഷ്യൽ കോടതിയിൽ കീഴടങ്ങാനെത്തിയ 1-ാം പ്രതി പൾസർ സുനിയെയും കൂട്ടാളി വിജേഷിനെയും പോലീസ് അതിനാടകീയമായി കീഴടക്കി. പൾസർ സുനിയുടെ മൊഴിമാറ്റങ്ങൾ കേസിൽ നിർണായകമായി. പണത്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് ആദ്യം പറഞ്ഞ സുനി ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് മാറ്റി പറഞ്ഞു. അതിനിടെ പൾസർ സുനിയുടെ സഹതടവുകാരൻ വിഷ്ണു, സംവിധായകൻ നാദിർഷയെയും ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെയും ഫോണിൽ വിളിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചുവെന്ന് നടൻ ദിലീപ് DGPക്ക് പരാതി നൽകി. എന്നാൽ സുനിൽ ജയിലിൽ നിന്നും മറ്റൊരാളുടെ സഹായത്തോടെ ദിലീപിന് എഴുതിയ കത്ത് പുറത്തു വന്നതോടെ നടൻ സംശയനിഴലിലായി. ദിലീപ് ആവശ്യപ്പെട്ടിട്ടാണ് നടിയെ ആക്രമിച്ചതെന്നും ദൃശ്യങ്ങൾ പകർത്തിയതെന്നും കത്തിലുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ ദിലീപ് 1 കോടി രൂപ വാഗ്ദാനം നൽകി. പൈസ കിട്ടാത്തതുകൊണ്ടാണ് കത്തെഴുതുന്നതെന്നും ഉടൻ പണം നൽകണമെന്നും അതിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് അന്വേഷണ സംഘം ദിലീപ്, നാദിർഷ, അപ്പുണ്ണി എന്നിവരെ ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചു വരുത്തി 13 മണിക്കൂർ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. സുനിയുടെ സഹതടവുകാരൻ ജിൻസന്റെ മൊഴിയാണ് കേസിൽ പിന്നീട് വഴിത്തിരിവുണ്ടാക്കിയത്. പൾസർ സുനി ജയിലിൽ നിന്നും നാദിർഷയെയും അപ്പുണ്ണിയെയും വിളിച്ച് പണം ആവശ്യപ്പെട്ടതായും വെളിപ്പെടുത്തി. ജൂലൈ 1-ന് ദിലീപിന്റെ ഭാര്യ കാവ്യ മാധവന്റെ കൊച്ചിയിലെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ പോലീസ് പരിശോധന നടത്തി. നടിയെ ആക്രമിച്ച ശേഷം പൾസർ സുനിയും കൂട്ടാളികളും ഈ സ്ഥാപനത്തിൽ എത്തിയിരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ദിലീപിന്റെ ചിത്രമായ ജോർജേട്ടൻ സ്ഫൂരത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സുനി എത്തിയ ചിത്രങ്ങൾ കൂടി പുറത്തു വന്നതോടെ ദിലീപിനെതിരായ കുരുക്കുമുറുകി. ജയിലിൽ ഒളിച്ചുകടത്തിയ ഫോണിലൂടെയും ജയിലിലെ ലാൻഡ് ഫോണിലൂടെയും പൾസർ സുനി നാദിർഷയെയും അപ്പുണ്ണിയെയും വിളിച്ചതിന്റെയും ഇരുവരും തിരികെ വിളിച്ചതിന്റെയും തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അങ്ങനെ തെളിവുകളെല്ലാം കൂട്ടിയിണക്കി മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ പോലീസ് ദിലീപിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ജൂലൈ 10-ന് ഗൂഢാലോചന കുറ്റം ചുമത്തി ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദിലീപിനെ അറസ്റ്റ് ചെയ്യുക എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം റിസ്ക്കുള്ള ഒരു ടാസ്ക് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് മലയാളത്തിൻ്റെ ജനപ്രിയ നടൻ കൂടിയാണ് ദിലീപ് എന്നതായിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ ആ അറസ്റ്റ് അങ്ങേയറ്റം നാടകീയമായിരുന്നു, അപ്രതീക്ഷിതം ആയിരുന്നു. അറസ്റ്റുണ്ടായാൽ വലിയ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത പോലും പോലീസ് മുൻകൂട്ടി